ഹായ്, വെൽക്കം ബാക്ക് ടു സുദീപ്സ് ഇംഗ്ലീഷ് കൗൺസിൽ. എൻ്റെ പേര് സുദീപ് സോമൻ തടത്തിൽ. ഇന്ന് നമുക്ക് നോക്കാം പുതിയൊരു ടോപ്പിക്. വേറൊന്നുമല്ല, നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് അല്ലെങ്കിൽ തുടക്കക്കാർക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ നോക്കുന്നതല്ല, അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം ബഹുമാനപൂർവ്വം ചോദിക്കുന്ന കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്: എത്ര രൂപയാണ് അല്ലെങ്കിൽ എന്ത് വിലയാണ്? നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ എല്ലാ കാര്യത്തിനും വിലയറിയുക അല്ലെങ്കിൽ എത്ര രൂപയാണെന്ന് ചോദിക്കേണ്ട അവസ്ഥ എല്ലായിടത്തും ഉണ്ട്. എന്ത് സാധനം മേടിക്കണമെങ്കിലും നമ്മളോട് ചോദിക്കണം, അല്ലെങ്കിൽ ഓട്ടോ ചാർജ് ആണെങ്കിലും ചോദിക്കണം എത്ര രൂപയായി, അല്ലേ? അപ്പോൾ ഈ രീതി നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദിക്കാൻ നമ്മൾ നോക്കുന്നത്? വളരെ എളുപ്പത്തിൽ ഒറ്റ വാക്ക്, ഹൗ മച്ച്. ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര രൂപ അല്ലെങ്കിൽ എന്ത് വില എന്നാണ് അർത്ഥം. ഹൗ മച്ച്. അപ്പം ഹൗ മച്ച് ചേർത്തിട്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ ആദ്യമായിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഹൗ മച്ച് ഈസ് എന്ന് ചോദിക്കുമ്പം എത്ര രൂപയാണെന്നുള്ള അർത്ഥം അവിടെ വരുന്നുണ്ട്. പിന്നെ ആ ചോദിക്കേണ്ട കാര്യം അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ബസ് കൂലി നോക്കാം. ഈ ബസ്സിൻ്റെ ചാർജ് എത്രയാണ്, ബസ് കൂലി എത്രയാണെന്ന് നമുക്ക് നോർമലി ചോദിക്കുമല്ലോ. ഒരാൾ ബസ്സിൽ വന്നു, അത് ബസ് കൂലി അല്ലെങ്കിൽ കണ്ടക്ടറോട് ചോദിക്കുന്നു എത്ര രൂപയാണ്. അപ്പോൾ ഹൗ മച്ച് ഈസ് ദ ബസ് ഫെയർ. ഇപ്പോൾ ഒരാളോട് ബസ് ഫെയർ എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഹൗ മച്ച് ഈസ് ദ ബസ് ഫെയർ. അപ്പം ബസ് കൂലി എത്രയാണെന്നാണ്, എത്ര രൂപയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എത്ര രൂപയാണെന്ന് ചോദിക്കുന്നത് ഹൗ മച്ച് ഈസ്. അത് കഴിഞ്ഞിട്ട് ബസ് കൂലി ആയതുകൊണ്ട് ദി ബസ് ഫെയർ. അപ്പോൾ ഹൗ മച്ച് ഈസ് ദി ബസ് ഫെയർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹൗ മച്ച് ഈസിൻ്റെ കൂടെ ദ ബസ് ഫെയർ, ആ ചോദിക്കേണ്ട കാര്യം ചേർത്താൽ മാത്രം മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചോദിക്കാമല്ലോ ഈ ഒരു രീതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ആരോടും ഒരു വില ചോദിക്കാവുന്ന രീതിയാണിത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓട്ടോ ചാർജ് ചോദിക്കേണ്ടത്. അപ്പോൾ എന്താണ്? ഇതുപോലെ തന്നെ ഹൗ മച്ച് ഈസ് ദി ഓട്ടോ ചാർജ്. അപ്പോൾ ഹൗ മച്ച് ഈസ് ദ ഓട്ടോ ചാർജ് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്റ്റിച്ചിങ് ചാർജ് ആണെങ്കിൽ, തയ്യൽ കൂലിയാണെങ്കിൽ, തയ്ച്ച കൂലിയാണെങ്കിൽ ഹൗ മച്ച് ഈസ് ദ സ്റ്റിച്ചിങ് ചാർജ്, അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ട്രെയിൻ ടിക്കറ്റ്, ബാംഗ്ലൂരിനുള്ളൊരു ട്രെയിൻ ടിക്കറ്റിൻ്റെ വില അറിയണ്ടെങ്കിൽ ഹൗ മച്ച് ഈസ് ദ എന്താണെന്ന് ചോദിക്കണ്ടേ? ഹൗ മച്ച് ഈസ് ദ ട്രെയിൻ ടിക്കറ്റ് ടു ബാംഗ്ലൂർ. അപ്പം ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റിന് എത്ര രൂപയാണ് അല്ലെങ്കിൽ എന്ത് വിലയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹൗ മച്ച് ഈസ് ദ ട്രെയിൻ ടിക്കറ്റ് ടു ബാംഗ്ലൂർ. സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾക്കൊരു ബില്ല് ചോദിക്കണമെങ്കിൽ ബില്ല് എത്രയായി? ഹൗ മച്ച് ഈസ് ദ ബിൽ. ഹൗ മച്ച് ഈസ് ദ ബിൽ. അപ്പോൾ ഹൗ മച്ച് ഈസ് ദ ബിൽ കഴിഞ്ഞു. ഹോസ്പിറ്റൽ ബില്ലാണെങ്കിൽ ഹൗ മച്ച് ഈസ് ദ ഹോസ്പിറ്റൽ ബിൽ, അത്രയേ ഉള്ളൂ. ഇനി എക്സാം ഫീ എത്രയാണെന്നാണ് ചോദിക്കേണ്ടത്. എക്സാമിൻ്റെ ഫീ എത്രയാണ്? അപ്പം ഹൗ മച്ച് ഈസ് ദ എക്സാം ഫീ. അതുപോലെ തന്നെ റെന്റ് എത്രയാണെങ്കിൽ ഹൗ മച്ച് ഈസ് ദ റെന്റ്. സാലറി എത്രയാണെങ്കിൽ ഹൗ മച്ച് ഈസ് ദ സാലറി. അപ്പോൾ എന്തിനോടും ഏതിനോടും എത്ര രൂപയാണ് അല്ലെങ്കിൽ എന്ത് വിലയാണെന്ന് ചോദിക്കണമെങ്കിൽ ഹൗ മച്ച് ഈസ്, ആ കാര്യവും ചോദിച്ചാൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ ചോദിക്കാവുന്ന രീതിയാണ്. ജസ്റ്റ് ഹൗ മച്ച് ഈസ് എന്ന് പഠിക്കുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈസ് എന്നുള്ള പദം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത്. ഹൗ മച്ച് എന്ന് പറയുമ്പം എത്രയാണ് വില, അങ്ങനെ എന്തേരെയാണ് എന്നുള്ള അർത്ഥമാണ് ഹൗ മച്ചിന് വരുന്നത്. സോ കൂട്ട ചോദിക്കുമ്പോൾ നമുക്ക് ഏതൊരു കാര്യവും ഒരാളോട് ഒരു പ്രൈസ് ചോദിക്കണമെങ്കിൽ ഹൗ മച്ച് ഈസ് ഉപയോഗിച്ച് ഇങ്ങനെ ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നോക്കുന്നതൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് കൗൺസിൽ നടത്തുന്ന ഏതെങ്കിലും കോഴ്സസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനുള്ള നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. യു ക്യാൻ ജോയിൻ ദ കോഴ്സസ്. നിങ്ങൾക്ക് എസൻഷ്യൽ ഗ്രാമറോട് കൂടി അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പഠനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സസ് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് എല്ലാം തന്നെ. ഫൈൻ. ഏതായാലും ഗ്രാമർ ക്ലാസ്സുകൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രാമർ ക്ലാസ്സുകളും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഉണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രാമർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ചാനൽ വഴി തന്നെ അഡ്വാൻസ് ഗ്രാമർ ക്ലാസ്, എല്ലാ ടോപ്പിക്കിൻ്റെയും ഗ്രാമർ ടോപ്പിക്സ് ഈ ചാനൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. സോ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതുപോലെ വളരെ ലൈറ്റായിട്ട് എന്നാൽ എളുപ്പത്തിൽ നമുക്കൊരു കാര്യം പഠിക്കാൻ പറ്റുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ.